ഈ ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയാൻ പോവാണ്. സൗദിയിൽ മലയാളിയെ കൊലപ്പെടുത്തിയ കേസ് പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കി. റിയാദിൽ മലയാളിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നടപ്പിലാക്കി. മലയാളിയായ സിദ്ദീഖ് അഞ്ചമണ്ടി പുറക്കലിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം വ്യാപാര സ്ഥാപനം കൊള്ളയടിച്ച കേസിലെ പ്രതികളായ സൗദി യുവാവിനും യമനി യുവാവിനുമാണ് ഇന്ന് വധശിക്ഷ നടപ്പിലാക്കിയത്. സൗദി യുവാവ് റയാൻ ബിൻ ഹുസൈൻ ബിൻ സാദ് അൽ ഷഹ്റാനി, യമനി യുവാവ് അബ്ദുള്ള അഹമ്മദ് ബാസാദ് എന്നിവർക്കാണ് ശിക്ഷ നടപ്പിലാക്കിയത്. വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയും ശിക്ഷ നടപ്പിലാക്കാൻ സൽമാൻ രാജാവിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതികൾക്ക് ഇന്ന് രാവിലെ റിയാദിൽ വധശിക്ഷ നടപ്പിലാക്കി. 2017 കേസാണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നമ്മളെ നാട്ടിൽ കൊന്നോനെ അങ്ങോട്ട് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവിടെ കുറവാകും, കൊലപാതകങ്ങൾ കുറവാകും എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പുരോഗമനം പറഞ്ഞിട്ട് ഇപ്പോൾ സൗദിയിൽ അത്തരം ശിക്ഷ നടപ്പിലാക്കലൊക്കെ കണ്ടിട്ട് സൗദിയിൽ ഇപ്പോഴും പ്രാകൃത സംസ്കാരമാണ്, 6-ാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത സംസ്കാരമാണ്. ശരിക്ക് അതിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു താരീഫ് എടുത്ത് നോക്കിയാൽ മതി. അത്തരം രാജ്യങ്ങളിൽ എങ്ങനെ കൊന്നവനെ കൊല്ലുന്ന, അതായത് തെറ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള ശിക്ഷ വിധിക്കുന്ന രാജ്യങ്ങളുടെ കുറ്റകൃത്യങ്ങളെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ടോ. അപ്പോൾ മനസ്സിലാകും അതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ മകൻ ഹക്കീം അസ്ഹരി കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കണം. അതൊന്ന് കേട്ടു നോക്കിട്ടോ. ഈ അടുത്ത് ഷാരോൺ എന്ന് പറയുന്ന ഒരാളെ കൊന്ന ഗാദരിക്ക് കൊലപാതകം വിധിച്ചപ്പോ ഒരു മുൻ ജസ്റ്റിസ് പറയുകയാണ് കൊല വിധിച്ചത് ശരിയായില്ല എന്ന്. കൊലയ്ക്ക് കൊല വിധിക്കുമ്പോഴാണ് കൊല്ലാൻ മടിയുണ്ടാകുന്നത്. മദ്യപിച്ചവരെ തോതിലുള്ള ശിക്ഷ ലഭിക്കുമ്പോഴാണ് മദ്യപാനത്തിനും അതിന് കൂടെ നിൽക്കാനും തയ്യാറാകാതെ വരുന്നത്. ശക്തമായ ശിക്ഷയാണ് തെറ്റുകൾ നിയന്ത്രിക്കാനുള്ള മാർഗം. നിങ്ങൾ ശക്തമായ നിയമമുള്ള നാടുകളുടെ ക്രിമിനൽ സ്റ്റേറ്റസ് എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെ വളരെ കുറവാണ് ക്രൈമുകൾ. ഉദാരമായ സ്വഭാവമുള്ള നാടുകളിൽ ക്രൈമുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വലക്കും ഫിൽ ഖിസ്വാസ് ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കൂ. ഖിസാസ് ഏർപ്പെടുത്തിയാൽ അതിലൂടെയാണ് നിങ്ങൾക്ക് രക്ഷയുള്ളത്. കൊന്നവനെ ഒരാളെ കൊല്ലുമ്പോഴാണ് 100 ആളെ കൊല്ലാതിരിക്കുന്നത്. കൊന്നവനെ കൊല്ലരുത് എന്ന് പറയുന്ന നിയമം, എന്ന് പറയുന്ന ചിന്താഗതി യഥാർത്ഥത്തിൽ കൊലപാതകം നാട്ടിൽ ധാരാളമായി നടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യമാണത്. അതായത് ഇപ്പോൾ ഒന്നും വേണ്ട, ഷാരോണിനെ കൊല ചെയ്ത ആ ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ വിധിച്ച അതിനെതിരെയാണ് ഇപ്പോൾ ജസ്റ്റിസ് അത് പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. നോക്കൂ എന്ത് സന്ദേശമാണ് ഇത് നൽകുക. അതായത് കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ കഠിനമായി നടപ്പിലാക്കുമ്പോൾ അതായത് പിന്നീട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറും. കാരണം ഞങ്ങൾക്കും ഇതേ അവസ്ഥ വരുമെന്നുള്ള തോന്നലാണ്. മാത്രമല്ല സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുക. പരസ്യമായിട്ടാണല്ലോ ഈ പറയുന്ന സൗദിയിലൊക്കെ വെള്ളിയാഴ്ച ഈ പറയുന്നത് പോലെ ജുമായൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്നു ഇതുണ്ട്, ഇങ്ങനെ ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്, ചാട്ടയടിയാണെങ്കിലും തലവെട്ടാണെങ്കിലും ഒക്കെ പറയും. ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനെ നോക്കിയിട്ട് എന്താ പറയുക, അത് പ്രാകൃത സംസ്കാരമാണ്, അത് അങ്ങനെയാണ്, കാടത്തമാണ്, അങ്ങനെയൊക്കെ പറയും. നേരെ മറിച്ച് അവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ താരീഫെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളത്. ശിക്ഷ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറവായിരിക്കും. അവിടെയുള്ളൂ രക്ഷ. അതിൻ്റെ ഇസ്ലാമികപരമായൊരു ദിശാബോധത്തെയാണ് കൃത്യമായി ഹക്കീം അസ്ഹരി സമൂഹത്തിന് മുമ്പിൽ വെച്ചത്. അപ്പോൾ ശരിക്ക് ഇസ്ലാമികപരമായ ഒരു വീക്ഷണത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകം അവസാനിക്കുന്ന മാത്രമല്ല, അതിന് ശേഷമുള്ള വലിയ ഒരു സത്യത്തെ കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ എല്ലാ മേഖലയും കൈയടക്കി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനെ കളിയാക്കേണ്ടവർക്ക് കളിയാക്കാം, പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഇസ്ലാമിനെ പഠിക്കണം, ഇസ്ലാമിനെ വായിക്കണം. അത് വിമർശിക്കാനോ മറ്റുള്ളതിന് ഗുണകാംക്ഷയോടുകൂടി വായിച്ച് അതിൽ നിങ്ങൾക്ക് സംശയമുള്ളതിൽ അല്ലെങ്കിൽ വിയോജിപ്പുള്ളതിനെ വെച്ചുകൊണ്ട് മാന്യമായി സംസാരിച്ചു നോക്കുന്നു. മാന്യതയില്ല ഇന്ന്. സത്യത്തിൽ ഇന്ന് അവഹേളനവും അപകീർത്തിപ്പെടുത്തലും മാത്രമേ ഉള്ളൂ. ഒരാശയത്തെ അപകീർത്തിപ്പെടുത്തുക ചെയ്യുക. നല്ല രീതിയിൽ സംവാദത്തിന് ഒരുങ്ങുന്ന അത്തരം കാലങ്ങൾ കടന്നുപോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചളിവാരി എറിയ അങ്ങനത്തെ ആളുകൾ ഞങ്ങളെല്ലാം തേഞ്ഞ ആൾക്കാരാണെന്നുള്ള തോന്നലില്ല പരലുകളെന്നാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ.
പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് യാഥാർത്ഥ്യം എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, രണ്ടാളുകളെ തല വെട്ടി ശിക്ഷ നടപ്പിലാക്കി. മലയാളിയായ ആളെ കൊന്നതാണ് 2017. ഇതിലൊരു വലിയ സന്ദേശം ആ സമൂഹത്തെ, സ്വന്തം പൗരന്മാരാണെങ്കിലും ശരി, ശിക്ഷ നടപ്പിലാക്കും, അതിലൊരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടാവില്ല, നീതി അവിടെ നടപ്പിലാകുമെന്ന് കൃത്യമായി സൗദി അറേബ്യ ശരീഅത്ത് നിയമമനുസരിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും സമൂഹത്തിന് അത് നൽകുന്ന ഒരു പോസിറ്റീവ് മൈൻഡുണ്ട്. അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എൻ്റെയും അവസ്ഥ ഇതാണ്, അതുകൊണ്ട് ഞാൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ആ ഒരു വളരെ വ്യക്തമായ ആ ഒരു ദിശാബോധത്തെ നൽകുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇത് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ തെറ്റുകൾക്ക് അനുസൃതമായി ശിക്ഷ നടപ്പിലാക്കാനും നമ്മുടെ രാജ്യത്തൊക്കെ കഴിയട്ടെ. അതിലൂടെ കുറ്റകൃത്യങ്ങൾ കുറവാകട്ടെ, മനുഷ്യരുടെ പ്രയാസങ്ങൾ നീങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.